ഹായ് ഓൾ. നമ്മൾ മനുഷ്യരിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവ രീതിയാണ് അല്ലെ, അവർക്ക് ലഭിച്ചിട്ടുള്ള സഹായങ്ങൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ നന്ദിയില്ലാത്ത ഒരു രീതി. ഞാൻ എത്ര അവനെ സഹായിച്ചിട്ടുള്ളതാ, അതിന്റെ ഒരു നന്ദി അവൻ എന്നോട് കാണിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ മറ്റൊരു സ്വഭാവ രീതിയാണ് ഇല്ലായ്മകളെ കുറിച്ച് മാത്രം ചിന്തിച്ചു പോകുന്ന ഒരു രീതി. എന്തൊക്കെ കാര്യങ്ങളാണോ ഇല്ലാത്തത് അതിന്റെ എല്ലാം വലിയൊരു പട്ടിക തന്നെ അവരുടെ കയ്യിലുണ്ടായിരിക്കും. എന്നാൽ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു പോകുന്ന സമയത്ത് നമ്മളവിടെ മറന്നു പോകുന്ന ഒരു കാര്യമാണ് അല്ലെ, നമ്മൾക്കുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർക്കുക എന്നത്. നമ്മളിങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് പട്ടികപ്പെടുത്തിയിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നതും നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു സന്തോഷം തന്നെയാണ്. എപ്പോഴും ഇല്ലാത്തതിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ഒരുപാട് മാനസികമായിട്ട് തളർന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇല്ലാത്ത കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കൂ എന്നുള്ളതാണ്. അങ്ങനെ ഉള്ളതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, ഉള്ളതിന് നന്ദി പറയുക, ഈ ഒരു ശീലമാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. അപ്പൊ പലരും ചിന്തിക്കും ഇത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ എന്നല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ കുറെ കേട്ടിട്ടുള്ളതാ, ഇതുകൊണ്ടൊക്കെ എന്ത് സംഭവിക്കാനാ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും അല്ലേ. പക്ഷെ ഈ ഒരു ചെറിയൊരു ശീലം കൊണ്ട് നമ്മുടെ ലൈഫ് തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾക്കുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ഇല്ലാത്തതിനേക്കാൾ വലിയൊരു പട്ടിക തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അല്ലെ. നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു തുടങ്ങാം. നമ്മുടെ കണ്ണുകളല്ലേ, ഈ മനോഹരമായിട്ടുള്ള ഒരു ലോകം കാണാൻ ഉള്ള ഒരു കാഴ്ച ശക്തി നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ കണ്ണുകളില്ലാത്ത അല്ലെങ്കിൽ ഈ ലോകം കാണാൻ സാധിക്കാത്ത ഒരുപാട് പേരുടെ ദുഃഖമാണല്ലേ. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ അതിലും നമ്മൾ സന്തോഷിക്കണം അല്ലെ. എത്രയോ പേർക്ക് സ്വന്തമായി ശ്വസിക്കാൻ സാധിക്കാതെ ജീവിച്ചു പോകുന്നു അല്ലെ. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ടോ അതിലും നമ്മൾ സന്തോഷിക്കണം അല്ലെ. എത്രയോ ആളുകൾ ട്യൂബിലൂടെയൊക്കെ ഭക്ഷണം കഴിച്ച് കിടക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അല്ലെ. നമുക്ക് എണീറ്റ് നടക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ, തീർച്ചയായിട്ടും അവിടെയും നമ്മൾ സന്തോഷിക്കണം അല്ലെ. എത്രയോ ആളുകൾ നടക്കാനോ ഒന്നിനും സാധിക്കാതെ കിടന്നു പോകുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഉള്ളതും ഇല്ലാത്തതും കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഉള്ളതിന്റെ ഒരു പട്ടിക തന്നെ ആയിരിക്കും അല്ലെ നമുക്ക് വലുതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കുകയും അതിനെല്ലാം നന്ദി പറയുന്ന സമയത്ത് നമ്മൾക്ക് ഒരുപാട് ഗുണങ്ങളാണ് നമ്മളിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. മാനസികമായിട്ട് വലിയ രീതിയിൽ സന്തോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. കാരണം നമുക്ക് ഇത്രയൊക്കെ ഉണ്ടല്ലോ, ഇതില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. അതുപോലെ തന്നെ മാനസികമായിട്ട് വലിയൊരു ഹെൽത്ത് നമ്മൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആരോഗ്യവും നമ്മളുടെ വലിയ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ക്ഷമ നേടിയെടുക്കാൻ സാധിക്കുന്നു, വളരെയധികം ഹാപ്പിനെസ് ഉണ്ടാവുന്നു, സ്ട്രോങ് ആയിട്ടുള്ള ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഫാമിലിയിലാണെങ്കിലും നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറ്റങ്ങൾ കണ്ടെത്താനാണല്ലേ, ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും മക്കളാണെങ്കിലും അങ്ങനെ ഓരോരുത്തരും പരസ്പരം കുറ്റങ്ങൾ കണ്ടെത്താനായിട്ടായിരിക്കും നമ്മൾ സമയം കണ്ടെത്തുന്നത് അല്ലെ. പക്ഷെ അതിനിടയിൽ നമ്മൾക്ക് അവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ നന്മകൾക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ അവർ നൽകി തന്നിട്ടുള്ള സഹായങ്ങൾക്ക് ഒരു നന്ദി പറയാനായിട്ട് നമ്മൾ അവിടെ മറന്നു പോകുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഈ കുറ്റപ്പെടുത്തലുകൾക്ക് പകരം അവരോട് നന്ദി പറയുന്ന സമയത്ത് നമ്മുടെ ബന്ധങ്ങൾ അവിടെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ഉള്ളതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കാണുമ്പോൾ അവർക്ക് നന്മ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മളിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെ ക്ഷമയും നന്മയും അതുപോലെ തന്നെ നല്ല നല്ല ബന്ധങ്ങളൊക്കെ നമ്മളിലേക്ക് കടന്നു വരുന്നത് വഴി നമ്മുടെ ലൈഫ് തന്നെ ഇമ്പ്രൂവ് ചെയ്യാനും അതുവഴി വലിയൊരു സക്സസിലേക്ക് തന്നെ എത്തിപ്പെടാനായിട്ട് നമുക്ക് സാധിക്കുന്നു.